Today we are going to learn about interest. Interest is an innate as well as acquired dispositions. It is considered as a powerful dictator, inspirer and motivator in the learning process. Interest എന്ന് പറഞ്ഞാൽ നമുക്ക് innate ആയിട്ട് ഇൻബോൺ ആയിട്ട് നമ്മുടെ ഉള്ളിൽ ഉണ്ടാവുന്ന താല്പര്യങ്ങളെ ആണ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതൊരു പവർഫുൾ ഡിക്റ്റേറ്റർ അല്ലെങ്കിൽ ഇൻസ്പയർ മോട്ടിവേറ്റർ എന്ന് പറയുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് ഇൻട്രസ്റ്റ് ഉള്ള കാര്യങ്ങൾ ചെയ്യാൻ കൂടുതൽ മോട്ടിവേഷൻ നമുക്ക് ഉണ്ടായിരിക്കും, ഇന്നേറ്റ് ആയിട്ടുള്ള ഒരു മോട്ടിവേഷൻ ഉണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ പല കാര്യങ്ങളും ചെയ്യുന്നതിന് നമ്മൾ ഡ്രൈവ് ചെയ്യുന്ന ഫാക്ടർ ഇൻട്രസ്റ്റ് ആയിരിക്കും. സോ ഇറ്റ് ഈസ് മോർ ഇമ്പോർട്ടൻറ്റ് ഇൻ എ ടീച്ചിങ് ലേണിംഗ് പ്രോസസ് ദാറ്റ് യു ഹാവ് ഇൻട്രസ്റ്റ് ടുവേർഡ്സ് സബ്ജക്ട്സ് ദാറ്റ് യു ലേൺ. ഇറ്റ് റിസൾട്ട്സ് ഇൻ ക്യൂരിയോസിറ്റി ടുവേർഡ്സ് ദ ഓബ്ജക്റ്റ് ഓഫ് ഇൻട്രസ്റ്റ്. അപ്പം നമുക്ക് ഇൻട്രസ്റ്റ് ഉള്ള കാര്യത്തിനോട് നമുക്ക് കൂടുതൽ ക്യൂരിയോസിറ്റി ഉണ്ടാകും, നമുക്ക് കൂടുതൽ അറിയാനുള്ളൊരു താല്പര്യം ഉണ്ടാവുകയും അത് കൂടുതലായിട്ട് പഠിക്കാനായിട്ട് നമ്മൾ ശ്രമിക്കുകയും ചെയ്യും. ആൻഡ് ഓൾസോ ഇൻട്രസ്റ്റ് ഉള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നത് വഴി നമുക്ക് തന്നെ ഒരു സാറ്റിസ്ഫാക്ഷൻ അല്ലെങ്കിൽ ഒരു ഇൻറ്റേർണൽ ആയിട്ടുള്ളൊരു ഹാപ്പിനെസ് ഓർ പ്ലഷർ അതിൽ നിന്ന് ഡിറൈവ് ചെയ്യാനായിട്ട് സാധിക്കും. സോ ഇറ്റ് എഫേർട്സ് പ്ലഷർ ആൻഡ് സാറ്റിസ്ഫാക്ഷൻ. Interest can be the cause of an activity and result of participation in that activity. നമ്മളൊരു കാര്യം ചെയ്യാനുള്ള കാരണം നമ്മുടെ ബേസിക് ആയിട്ടുള്ളൊരു ഇൻട്രസ്റ്റ് ആയിരിക്കും. അതുപോലെ തന്നെ നമുക്ക് ഇൻട്രസ്റ്റ് ഉള്ളൊരു കാര്യം ചെയ്ത് കഴിയുമ്പം ആ ഒരു ആക്ടിവിറ്റിയിൽ നിന്ന് നമുക്ക് ഒരു താല്പര്യം അല്ലെങ്കിൽ ആ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടാനുള്ള ചാൻസസും കൂടുതലാണ്. സോ ഇറ്റ് ക്യാൻ ബി ദ റിസൾട്ട് ഓഫ് പാർട്ടിസിപ്പേഷൻ ഇൻ ദാറ്റ് ആക്ടിവിറ്റി. ഒരു ആക്ടിവിറ്റിയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് കഴിയുമ്പോഴും നമുക്ക് അതിനോട് ഇൻട്രസ്റ്റ് വരാനുള്ള സാധ്യത കൂടുതലാണ്. സോ ഇറ്റ് ഈസ് ഡിറൈവ്ഡ് ഫ്രം ദ ലാറ്റിൻ വേർഡ് ഇൻട്രസ്റ്റ് വിച്ച് മീൻസ് ഇറ്റ് കൺസേൺസ് ഓർ ഇറ്റ് മാറ്റേഴ്സ്. അപ്പം ലാറ്റിൻ വേർഡാണ് എറ്റിമോളജിക്കൽ മീനിങ് വരുന്നത്. ഇൻട്രസ്റ്റ് എന്ന വേർഡാണ് ഇറ്റ് മീൻസ് കൺസേൺസ് ഓർ മാറ്റേഴ്സ്. അപ്പം നമുക്ക് താല്പര്യമുള്ള കാര്യമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന എന്നുള്ള അർത്ഥമാണ്. ഇൻട്രസ്റ്റ് ഇസ് ദ ഫീലിംഗ് ദാറ്റ് പ്രോംപ്റ്റ്സ് അസ് ടു സ്പോണ്ടേനിയസ് ആക്ടിവിറ്റി. ഇപ്പം നമുക്ക് ഒരു കാര്യം കേട്ട് കഴിഞ്ഞാൽ അത് നമുക്ക് താല്പര്യമുള്ളതാണെങ്കിൽ നമ്മൾ പെട്ടെന്ന് തന്നെ അത് ആക്റ്റീവായിട്ട് അതിനോട് റിയാക്ട് ചെയ്യുകയും ചെയ്യും. ഇപ്പം പാട്ടിനോട് താല്പര്യമുള്ള ഒരു വ്യക്തി പാട്ടിനെ കുറിച്ച് എന്തെങ്കിലും കേട്ടാൽ അതിനോട് പെട്ടെന്ന് എന്ത് ചെയ്യും, റിയാക്ട് ചെയ്യും, അല്ലെങ്കിൽ പാട്ട് പാടും. നമ്മൾ വേറെ എന്ത് ഇരുന്നാലും അതിനോടൊരു ഇൻട്രസ്റ്റ് നമുക്കുണ്ടെങ്കിൽ നമ്മൾ അതിലോട്ടായിരിക്കും നമ്മൾ കൂടുതലായിട്ട് നമ്മുടെ അറ്റൻഷൻ കൊടുക്കുന്നത്. പക്ഷെ അതേസമയം പാട്ടിനോട് ഒരു താല്പര്യമില്ലാത്തൊരു വ്യക്തി എത്ര വലിയ സൗണ്ടിൽ പാട്ട് കേട്ടാലും അതൊന്നും ശ്രദ്ധിക്കാതെ ഇരിക്കാനുള്ള സാധ്യത കൂടുതലാണ്. സോ ഇറ്റ് ഹെൽപ്സ് യു ടു സ്പോണ്ടേനിയസ്ലി ആക്ട് ടുവേർഡ്സ് എനി തിങ് എന്നുള്ളത്. ആൻഡ് ഇൻട്രസ്റ്റ് ഇസ് സംതിങ് വിച്ച് ഒക്കേഴ്സ് വിത്തിൻ ourselves. നമ്മുടെ ഉള്ളിൽ തന്നെയുള്ള കാര്യമായിരിക്കും. ആൻഡ് അത് പല സിറ്റുവേഷൻസ് ആയിരിക്കും നമ്മുടെ ഇൻട്രസ്റ്റ് അറൗസ് ചെയ്യും, നമ്മൾ പ്രോംപ്റ്റ് ചെയ്യും, നമുക്കത് ചെയ്യാനായിട്ടുള്ള താല്പര്യം ഉണ്ടാക്കുകയും ചെയ്യുന്നത്. ആൻഡ് ഇറ്റ് ബിക്കംസ് എ മോട്ടിവേറ്റിംഗ് ഫാക്ടർ ഫോർ യു ടു എൻഗേജ് ഇൻ ദോസ് ഇൻട്രസ്റ്റിംഗ് ടാസ്ക് എന്നുള്ളത്. നമ്മുടെ ബേസിക് മോട്ടീവ്സ്, ഡ്രൈവ്സ് ഇതെല്ലാം തന്നെ നമ്മുടെ വോണ്ട് എല്ലാം തന്നെ നമ്മുടെ ഇൻട്രസ്റ്റിനെ ഡിസൈഡ് ചെയ്യാറുണ്ട്. ആൻഡ് യുവർ പേഴ്സണൽ ഗോൾസ് അല്ലെങ്കിൽ ഇമോഷൻസ്, യുവർ സെൻറ്റിമെൻറ്റ്സ് അറ്റാച്ച് ടു സർട്ടൻ തിങ്സ് അല്ലെങ്കിൽ നമ്മുടെ ആറ്റിറ്റ്യൂഡ്, സോഷ്യൽ സ്റ്റേറ്റസ്, ഓപ്പർച്യൂണിറ്റീസ് ഇതെല്ലാം നമ്മുടെ ഇൻട്രസ്റ്റ് എക്സ്പ്ലോർ ചെയ്യാനുള്ള വേരിയസ് ഫാക്ടേഴ്സായിട്ട് എക്സിസ്റ്റ് ചെയ്യും. Individual differences occurs in interest. Students അവരുടെ ഇൻട്രസ്റ്റ് ഏരിയാസ് ഡൈവേഴ്സ് ആയിട്ടുള്ള ഏരിയാസ് ആയിരിക്കും. എവറി സ്റ്റുഡൻറ്റ് വിൽ ഹാവ് ഡിഫറെൻറ്റ് ഇൻട്രസ്റ്റ് ഇൻ സബ്ജക്റ്റ്, ഇൻ സ്പോർട്സ്, ഇൻ ഗെയിംസ്, അല്ലെങ്കിൽ ഇൻ മ്യൂസിക്, ഇൻ ലിറ്ററേച്ചർ, ഇൻ റീഡിങ് ബുക്സ്, നോവൽസ്, അങ്ങനെ പല രീതിയിൽ അവരുടെ ഇൻട്രസ്റ്റ് വേരി ചെയ്യും. ഈവൻ പർട്ടിക്കുലർ സ്റ്റുഡൻറ്റ് വിൽ ഹാവ് എ വെറൈറ്റി ഓഫ് ഇൻട്രസ്റ്റ് ഡിപ്പെൻഡിങ് അപ്പോൺ ദിയർ എക്സ്പീരിയൻസസ്, അല്ലെങ്കിൽ അവരെങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നതിൻ്റെ ബേസിസിൽ നമുക്ക് മനസ്സിലാക്കാനായിട്ടും സാധിക്കും കുട്ടികളുടെ ഇൻട്രസ്റ്റ് എന്താണെന്ന്. സോ ഇറ്റ് ഗിവ്സ് എ ക്ലൂ റിഗാർഡിംഗ് ദി അഡ്ജസ്റ്റ്മെൻറ്റ് ആൻഡ് പേഴ്സണാലിറ്റി. അപ്പം ഓരോ സ്റ്റുഡൻറ്റിൻ്റെയും ഇൻട്രസ്റ്റ് അവരുടെ പേഴ്സണാലിറ്റിയെ റിഫ്ലക്റ്റ് ചെയ്യുന്ന ഫാക്ടറാണ്. അവരെങ്ങനെ എൻവയൺമെൻറ്റുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യുന്നു എന്നൊക്കെയുള്ളത് ഡിസൈഡ് ചെയ്യുന്നൊരു ഫാക്ടറാണ്. ആൻഡ് എ മേജർ ഫാക്ടർ ഇൻ എഡ്യൂക്കേഷണൽ ആൻഡ് വൊക്കേഷണൽ ഗൈഡൻസ് ഓൾസോ. ഇൻട്രസ്റ്റ് ഒരു വലിയൊരു ഫാക്ടറാണ് നമുക്ക് എഡ്യൂക്കേഷണൽ വൊക്കേഷണൽ ഗൈഡൻസ് കൊടുക്കുന്നത്. അവർക്ക് താല്പര്യമുള്ള ഏരിയയിലോട്ട് പഠിക്കാനായിട്ട് ഹയർ സ്റ്റഡീസിനും അതുപോലെ അവരുടെ ജോലിക്കുമൊക്കെ നമുക്ക് ഗൈഡ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ ദാറ്റ് വിൽ റിസൾട്ട് ഇൻ മോർ അച്ചീവ്മെൻറ്റ് അമംഗ് ദ സ്റ്റുഡൻസ് എന്നുള്ളത്.
interest and attention are inseparable. That means interest is related to latent attention and attention is considered as interest in action. അതായത് ഇൻട്രസ്റ്റ് ഉള്ള കാര്യത്തിനോട് നമ്മൾ കൂടുതലായിട്ട് അറ്റൻഡ് ചെയ്യും. അപ്പം ആ ഒരു ലേറ്റൻറ്റ് അറ്റൻഷൻ ക്രിയേറ്റ് ചെയ്യാനായിട്ട് എന്ത് ഹെൽപ്പ് ചെയ്യും? ഇൻട്രസ്റ്റ് ഹെൽപ്പ് ചെയ്യും. ആൻഡ് നമ്മൾ അറ്റൻഡ് ചെയ്യുന്നത് ഒരു കാര്യം അറ്റൻഡ് ചെയ്യുന്നതിൻ്റെ പിന്നിലുള്ള റീസൺ എന്ന് പറഞ്ഞാൽ ഇൻട്രസ്റ്റ് ആയിരിക്കും. സോ ഇറ്റ് ഈസ് ദ ഇൻട്രസ്റ്റ് ദാറ്റ് ഈസ് ബ്രോട്ട് ഇൻ ടു ആക്ഷൻ ത്രൂ യുവർ അറ്റൻഷൻ എന്നുള്ളതാണ്. ആൻഡ് അച്ചീവ്മെൻറ്റ് ഇസ് എ റിസൾട്ട് ഓഫ് ഇൻട്രസ്റ്റ് ആൻഡ് ആപ്റ്റിറ്റ്യൂഡ്. നമുക്കൊരു കാര്യത്തിനോട് ഇൻട്രസ്റ്റ് ഉണ്ടാവുകയും ഇൻട്രസ്റ്റ് മാത്രം പോരാ, അതിനോട് നമുക്ക് അഭിരുചിയും കൂടെ ഉണ്ടെങ്കിൽ, ഇത് രണ്ടും കൂടെ ചേർന്ന് വരുവാണെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും ആ ഒരു ഏരിയയിൽ കൂടുതലായിട്ട് അച്ചീവ് ചെയ്യാനായിട്ട് സാധിക്കും. ആൻഡ് ഇൻട്രസ്റ്റ് ബിക്കംസ് എ മോട്ടിവേറ്റിംഗ് ഫാക്ടർ ഫോർ you to overcome any difficulties while engaging in a task. നമ്മുടെ ഇൻട്രസ്റ്റ് നമുക്ക് കൂടുതൽ അറ്റൻഷൻ, കോൺസെൻട്രേഷൻ അല്ലെങ്കിൽ കൂടുതൽ താല്പര്യത്തോടെ ആ കാര്യങ്ങൾ ചെയ്യുന്ന വഴി നമുക്ക് എന്ത് ഡിഫിക്കൽട്ടി ഫേസ് ചെയ്താലും അത് ഓവർകം ചെയ്യാനുള്ളൊരു എനർജിയും ആ ഒരു ആറ്റിറ്റ്യൂഡും ഒക്കെ നമ്മുടെ ഉള്ളിൽ വരികയും ചെയ്യും. അതുകൊണ്ട് തന്നെയാണ് ഇൻട്രസ്റ്റും ആപ്റ്റിറ്റ്യൂഡും ഉള്ള ഒരു ഏരിയയിൽ നമ്മൾ പോകുമ്പോൾ നമുക്ക് കൂടുതലായിട്ട് അച്ചീവ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. Next we'll see the definitions of interest. Strong defines interest are the sum total of likes and dislikes for a wide range of stimulus, objects and activities. അപ്പം നമ്മുടെ ഇഷ്ടവും ഇഷ്ടക്കേടുമാണ് ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ അത് നമുക്കുണ്ടാവുന്ന പല സ്റ്റിമുലസിനോടും അല്ലെങ്കിൽ ഓബ്ജക്ട്സിനോടോ ആക്ടിവിറ്റീസിനോടുള്ള നമ്മുടെ താല്പര്യവും താല്പര്യക്കേടിനെയാണ് അവിടെ ഇൻട്രസ്റ്റ് എന്ന് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. Bingham defines interest is a tendency to become absorbed in an experience and to continue it, while an aversion is a tendency to turn away from it to something else. അപ്പം ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് നമുക്കൊരു എക്സ്പീരിയൻസ് ഉണ്ടാകുമ്പോൾ അതിൽ നമ്മൾ ഇൻവോൾവ് ആയിട്ട് വീണ്ടും അതേ കാര്യം കണ്ടിന്യൂ ചെയ്യാനായിട്ടുള്ള നമ്മുടെ ഒരു ടെൻഡൻസിയാണ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. അതിൻ്റെ ഓപ്പോസിറ്റാണ് എവേർഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് എവേർഷനുള്ള കാര്യം, അതായത് നമുക്ക് താല്പര്യക്കുറവുള്ള കാര്യമാണെങ്കിൽ യു ഓൾവേസ് ട്രൈ ടു റൺ അവേ ഫ്രം ഇറ്റ്. അതിൽ നിന്ന് ഒളിച്ചോടി വേറെ എന്തെങ്കിലും ചെയ്യാനായിട്ട് നമ്മൾ എപ്പോഴും ശ്രമിക്കാറുണ്ട്. Next is the types of interest. Types of interest is defined as two types, extrinsic and intrinsic by Jones. Extrinsic and intrinsic motivation പറയുന്ന പോലെ തന്നെയാണ് ഇവിടെ ഇൻട്രസ്റ്റും പറയുന്നത്. നമുക്ക് ഇന്നേറ്റ് ആയിട്ട് അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിൽ തന്നെ മറ്റ് എക്സ്റ്റേണൽ ആയിട്ടുള്ള മോട്ടീവ്സ് ഒന്നും നമ്മളെ അട്രാക്റ്റ് ചെയ്യാത്ത രീതിയിൽ നമുക്ക് ബേസിക് ആയിട്ടുള്ളൊരു താല്പര്യത്തെയാണ് ഇൻട്രിൻസിക് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. സോ ഇറ്റ് വിൽ ബി കണ്ടിന്യൂസ്, പെർമനൻറ്റ് ആൻഡ് ഈവൻ ഇഫ് ദ ഇമ്മീഡിയറ്റ് ഗോൾ ഇസ് റീച്ച്ഡ്. അപ്പം നമുക്ക് പെട്ടെന്ന് നേടേണ്ട ലക്ഷ്യങ്ങൾ നമ്മൾ നേടിയാൽ പോലും നമ്മുടെ ആ ഒരു ഇൻട്രിൻസിക് ആയിട്ടുള്ള ഇൻട്രസ്റ്റ് എപ്പോഴും നിലനിൽക്കുമെന്നു. എക്സ്ട്രിൻസിക് ആകുമ്പോഴത്തേക്കും നമുക്കൊരു എക്സ്റ്റേണൽ മോട്ടീവ്, അതായത് നമുക്ക് വിക്ടറി ഉണ്ടാകുക അല്ലെങ്കിൽ നമുക്ക് ഫെയിം ഉണ്ടാകുക, അങ്ങനെയുള്ള താല്പര്യങ്ങളെ ബേസ് ചെയ്ത് നമ്മുടെ ഇൻട്രസ്റ്റ് വരുന്നതാണ് എക്സ്ട്രിൻസിക് മോട്ടിവേഷൻ എന്നുണ്ട്. അത് നമ്മുടെ ഒരു ചെറിയൊരു ലക്ഷ്യം നേടിക്കഴിഞ്ഞാൽ അത് പലപ്പോഴും നമ്മളിൽ നിന്ന് ഇല്ലാതാവുകയും ചെയ്യും. മറ്റു രീതിയിൽ പറയുന്ന ക്ലാസിഫിക്കേഷനാണ് എക്സ്പ്രസ്ഡ് ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ തുറന്ന് പറയുന്ന ഐ ലവ് സ്പോർട്സ്. അപ്പം അങ്ങനെ നമ്മൾ നമ്മുടെ വാക്കുകളിലൂടെ അയാൾ എക്സ്പ്രസ് ചെയ്യുന്നതിനെയാണ് എക്സ്പ്രസ്ഡ് ഇൻട്രസ്റ്റ് എന്ന്. മാനിഫെസ്റ്റ് ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ എക്സ്പ്രസ് ചെയ്യത്തില്ല, പക്ഷെ മറ്റുള്ളവർ നമ്മൾ എങ്ങനെ ആക്ടിവിറ്റിയിൽ ഇൻവോൾവ് ആകുന്നു എന്ന് കണ്ട് മനസ്സിലാക്കുന്ന ഒരു ഇൻട്രസ്റ്റ് ആണ് മാനിഫെസ്റ്റ് ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ. അപ്പം അത് നമ്മളുടെ ആക്ഷൻസ് മറ്റുള്ളവർ കണ്ടാണ് അത് നിരീക്ഷിക്കുന്നത്. ആൻഡ് മെഷേർഡ് ഇൻട്രസ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ഏതെങ്കിലും ഒരു സൈക്കോളജിക്കൽ ടൂള്, അതായത് ഇൻട്രസ്റ്റ് ഇൻവെൻട്രീസ് ഒക്കെ യൂസ് ചെയ്ത് കണ്ടുപിടിക്കുന്ന മെഷർ ചെയ്ത് കണ്ടുപിടിക്കുന്ന ഇൻട്രസ്റ്റിനെയാണ് മെഷേർഡ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. അനദർ ക്ലാസിഫിക്കേഷൻ ഇസ് സിറ്റുവേഷണൽ ഇൻട്രസ്റ്റ്. അതായത് സിറ്റുവേഷണൽ ഇൻട്രസ്റ്റ് എന്ന് പറയുമ്പോൾ ഒരു ഷോർട്ട് ലിവ്ഡ് അല്ലെങ്കിൽ മൊമെൻ്ററി ആയിട്ടുള്ളൊരു അറ്റൻഷൻ നമ്മളൊരു കാര്യത്തോട് കൊടുക്കുകയും അതിനോട് പോസിറ്റീവായിട്ട് നമ്മൾ റിയാക്ട് ചെയ്യുകയും ചെയ്യുന്നതിനെയാണ് സിറ്റുവേഷണൽ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ. ഇൻഡിവിജ്വൽ ഇൻട്രസ്റ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു പർട്ടിക്കുലർ ടോപ്പിക് അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ സബ്ജക്റ്റിനോട് മാത്രം നമ്മുടെ ഒരു ഇൻട്രസ്റ്റ് നിലനിൽക്കുന്ന ഒരു റിലേറ്റീവ്ലി കുറേ ലോങ്ങർ പീരിയഡിലേക്ക് ആ ഒരു ഇൻട്രസ്റ്റ് നിലനിൽക്കുന്നതിനെയാണ് ഇൻഡിവിജ്വൽ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ. ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് ടോപ്പിക് ഇൻട്രസ്റ്റ്. ആൻഡ് വെൽ ഡെവലപ്ഡ് ഇൻട്രസ്റ്റ് ഓഫ് എൻ ഇൻഡിവിജ്വൽ എന്ന് പറയുന്നത് നമുക്കൊരു ലോങ്
ടേമായിട്ട് റിയലി നമ്മൾ അതിൽ എൻഗേജ്ഡ് ആയിട്ട് നിൽക്കുകയും അതിലെ ഡിഫിക്കൽട്ടീസ് എല്ലാം ഓവർകം ചെയ്ത് അതിൽ തന്നെ നമ്മുടെ താല്പര്യം നിലനിൽക്കുകയും ചെയ്യുന്നതിനെയാണ് വെൽ ഡെവലപ്ഡ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. സോ this is in the first class. We'll see the remaining in the next class.